ജോൺ ബ്രിട്ടാസ് വളരെ അംബീഷനായിട്ടുള്ളൊരു നേതാവാണ്. നേതാവിലുപരി ഒരു കണ്ണൂർ ജില്ലക്കാരനായ കുടിയേറ്റ കർഷകൻ്റെ മകൻ. ഇദ്ദേഹം വളരെ അധികം അഭിലാഷങ്ങളുമായിട്ടാണ് രാഷ്ട്രീയ കേരളത്തിലേക്ക് കടന്നുകൂടുന്നത്. അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾക്കൊരു അതിർവരമ്പുകൾ ഉണ്ടായില്ല. അദ്ദേഹം വന്ന് ചാടിയ പ്രദേശങ്ങളെല്ലാം അതിനുള്ളൊരു വിളക്കൂറുള്ള മണ്ണായിട്ട് അദ്ദേഹം കണ്ടു. ഡൽഹിയിൽ ദേശാഭിമാനി അദ്ദേഹം ജോലി ചെയ്യുന്ന കാലഘട്ടം കൈരളി ചാനൽ കേരളത്തിൽ തുടങ്ങുന്നു. ആ സാഹചര്യത്തിൽ കൈരളി ചാനലിൽ കരുതി വച്ചിരുന്ന പലരെയും മാറ്റിയിട്ട് പിൻവാതിലിലൂടെ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ പിണറായി വിജയൻ്റെ സ്വന്തം താല്പര്യപ്രകാരം ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തിയെ കൈരളി ചാനലിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്നും ശ്രീ പിണറായി വിജയന് വേണ്ടി എല്ലാവിധത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തത് ഇന്ന് വരെ എല്ലാം ചെയ്തു കൊടുത്തത് ജോൺ ബ്രിട്ടാസാണ്. ശ്രീ പിണറായി വിജയൻ ആംഗലേയ ഭാഷയും ഹിന്ദിയും വലിയ വശമില്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഡൽഹിയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് അമേരിക്കയിൽ വന്നാൽ പോലും ജോൺ ബ്രിട്ടാസ് വേണം ശ്രീ പിണറായി വിജയനൊന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്താൻ. അങ്ങനെയുള്ള ജോൺ ബ്രിട്ടാസ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്നത്തെ രാഷ്ട്രീയ ഭാവി? വെറും ഒരു രാജ്യസഭ MP ആയി അദ്ദേഹത്തിന് കെട്ടിയിടാൻ പറ്റുമോ? അദ്ദേഹത്തിന് മോഹങ്ങൾ അവിടെ നിൽക്കുകയാണോ? ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെല്ലാം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. ശ്രീമാൻ ജോൺ ബ്രിട്ടാസ് പ്രതീക്ഷിച്ചിരുന്നത് ശ്രീ പിണറായി വിജയന് ശേഷം പാർട്ടിയിലെ ഏറ്റവും വലിയ അധികായൻ, അതുമല്ലെങ്കിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമായ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ജോൺ ബ്രിട്ടാസ് ഉന്നം വെച്ചിരുന്നത്. എന്നാൽ അതെല്ലാം തല്ലി തകർത്തുകൊണ്ട് മരുമകൻ കടന്നു വരുന്നു, ശ്രീമാൻ മുഹമ്മദ് റിയാസ്. ഈ ഒരു അവസരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹത്തിന് ഉൾപ്പെടുത്താതെ മുഹമ്മദ് റിയാസിന് ആ സ്ഥാനം കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആദ്യ കൊട്ടുകൊള്ളുന്നു. ഡൽഹിക്ക് അയച്ച ഒരു രാജ്യസഭ സീറ്റിൽ ഒതുക്കി നിർത്താമെന്ന് വിചാരിച്ചാണ് ശ്രീമാൻ പിണറായി വിജയൻ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. അതും കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എല്ലാത്തിനെയും അദ്ദേഹം ഉറ്റുനോക്കുകയായിരുന്നു. ശ്രീമാൻ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികളുടെ അടുത്ത് പോലും ദലാൽ പ്രവർത്തനം നടത്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തിനെ ഒതുക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സാലോജി. മനോരമയിലെ ജോമി തോമസ് എന്ന പത്രപ്രവർത്തകന് എക്സാലോജിക് എന്ന വിവാദം മുഴുവനും ചോർത്തി കൊടുത്തത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. ഇതോടൊപ്പം തന്നെ മനോരമയ്ക്കും മാതൃഭൂമിക്കും അദ്ദേഹം ഈ വിവരങ്ങൾ ചോർത്തി കൊടുത്തു. പക്ഷേ മാതൃഭൂമിക്ക് ധൈര്യം ഉണ്ടായില്ല. അതുമല്ലെങ്കിൽ ഘടകകക്ഷി എന്ന നിലയിൽ അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ മനോരമ വഴി ഈ എക്സാലോജിക്ക് വിവാദം പുറത്തു വന്നു. എങ്ങനെയാണിത്? ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ സാധനം പുറത്തു വന്നത്. അതല്ലാതെ പുറമേ നിന്നല്ല എക്സാലോജിക്ക് വിവാദം പുറത്തുവെത്തിയത്. ജോൺ ബ്രിട്ടാസിൻ്റെ മോഹങ്ങൾക്ക് തല്ലിക്കെടുത്തുമെന്നുള്ളൊരു ഘട്ടത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനമായിരുന്നു. അതുപോലെ തന്നെ രവീന്ദ്രൻ, സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം പത്രമാധ്യമങ്ങൾക്ക് എതിർത്ത് കൊടുത്ത് ഇത്ര നാളും കൂടെ നടന്ന് പിണറായി വിജയൻ എന്ന സഖാവ് അദ്ദേഹത്തിനെ തഴയുന്നു എന്നുള്ളൊരു വിചാരം മനസ്സിൽ വന്ന ഘട്ടത്തിലാണ് ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയൊരു നീക്കങ്ങൾക്ക് ഇതായത്. ഇതൊന്നും പുറത്തു വരാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ തന്നെ ജോൺ ബ്രിട്ടാസിന് സാധിക്കും. കാരണം ജോൺ ബ്രിട്ടാസ് അത്ര ശക്തനായിട്ടുള്ളൊരു മോഹങ്ങളുമായി കൊണ്ടു നടക്കുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു ജോൺ ബ്രിട്ടാസ്. ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ മോഹം അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെയാണ്. അതിനുവേണ്ടി അക്കരെ പോയി ലീഗിനെ പിടിച്ചുകൊണ്ടുവന്നായാലും 2026 മരുമകനെ ആ സ്ഥാനത്ത് അവരോഹിച്ചതിന് ശേഷം പോകുവാനാണ് ശ്രീ പിണറായി വിജയൻ്റെ മോഹം. അത് എല്ലാം ഏത് പരുവത്തിലെത്തുമെന്നുള്ളത് കണ്ടറിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ പിളർത്തി തന്നെ ബ്രിട്ടാസ് അത് നേടിയെടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടാസ് ഇന്ന് EP ജയരാജൻ പോലെയുള്ള നേതാക്കന്മാരായിട്ടുള്ളൊരു EP ജയരാജൻ്റെ വിവാദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ EP ജയരാജനും മോഹങ്ങൾ പൂവണിയാത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിനും ഇതേപോലെയുള്ള അവസ്ഥയാണ് പെട്ടിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹവും മറുകണ്ഠം ചാടണോ BJPയിൽ പോകണോ എന്നുള്ള മോഹങ്ങളുമായിട്ട് നടക്കുന്ന വാർത്തകൾ നമ്മൾ ഈ അടുത്ത് കണ്ടത്.
അതേപോലെ തന്നെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ എം.എ. ബേബി, തോമസ് ഐസക് പോലെയുള്ള നേതാക്കളുമായിട്ട് നീക്കുപോക്കുകൾ നടത്തി ജോൺ ബ്രിട്ടാസ് പാർട്ടിക്കുള്ളിൽ വലിയൊരു പടയൊരുക്കമാണ് നടത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ, അദ്ദേഹം ഇത്രയധികം എല്ലാ വൃത്തികെട്ട ജോലികളും പണികളും പിണറായി വിജയന് വേണ്ടി ചെയ്തു. ഒരു ദിവസം മരുമകൻ വന്നപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ചവിട്ടുകൊട്ടയിലേക്ക് എടുത്തെറിയുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്തത്. അങ്ങനെ വേദനിപ്പിച്ച ബ്രിട്ടാസ് വെറുതെ ഇരിക്കുമെന്ന് നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പൂഴിക്കടകൻ എടുത്തിരിക്കും ബ്രിട്ടാസ്. പൂഴിക്കടകൻ എടുക്കുകയും ചെയ്യും. ഈ പാർട്ടിയെ അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം നേടിയെടുക്കാനുള്ള പ്രവർത്തനം, അതുമല്ലെങ്കിൽ നശിപ്പിച്ച് നാറാണ കല്ലെടുപ്പിക്കാനായിട്ട് ജോൺ ബ്രിട്ടാസ് എന്ന യൂദാസ് ചെയ്തിരിക്കും. മുഹമ്മദ് റിയാസിൻ്റെ മോഹം നടക്കുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതെല്ലാം കണ്ടറിയേണ്ടതാണ്. ഇന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചോർത്തി പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും വീണ വിജയനെയും ഇല്ലാതാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് പിണറായിയുടെ എന്നും കൂടെ നിന്ന് എല്ലാ വൃത്തികേടുകളും ചെയ്ത ബ്രിട്ടാസാണ്. അദ്ദേഹത്തിന് ഒരു പബ്ലിക് ഫേസ് ഉണ്ട്, PR വർക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആംഗലേയ ഭാഷയും ഹിന്ദിയും അറിയാത്ത ശ്രീ പിണറായി വിജയനെ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു പേഴ്സണാലിറ്റി നേതാവും പബ്ലിക് ഫേസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ജോൺ ബ്രിട്ടാസിനെ പിണറായി വിജയൻ തഴയുന്ന ആ ഒരു സമയം നമ്മൾ വീണ്ടും കാണാനിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് 2026 മുന്നോ അതിലും വലിയൊരു മുന്നേറ്റം നടക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ വിവരങ്ങൾ പാർട്ടിക്കുള്ളിലെ വിശ്വസ്തർ തന്നെയാണ് നമുക്ക് ഇതെല്ലാം എത്തിച്ചു തരുന്നത്. കാരണം ബ്രിട്ടാസ് ഒരു വലിയ ഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ തല്ലിക്കെടുത്തിയ ഘട്ടത്തിൽ അദ്ദേഹം എന്തും ചെയ്യും എന്നുള്ള സാഹചര്യത്തിലാണ് ശ്രീമാൻ ജോൺ ബ്രിട്ടാസ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ വാർത്തകൾ സഖാക്കളിൽ നിന്ന് കിട്ടുന്ന മാത്രമേ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കിയിരിക്കാം എന്താണ് രാഷ്ട്രീയ കേരളം ബ്രിട്ടാസ് ഏത് നിലയിലാണ് എത്തുക എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാം.